നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം പിണറായി സർക്കാരിന് വൻ തിരിച്ചടിയായി. നിലവിലുള്ള സ്വന്തം എംഎൽഎ PV അൻവർ രാജിവെച്ച് മുന്നണി വിട്ടതോടെ പ്രതിരോധത്തിലായി LDF-ന് ഈ ഉപതെരഞ്ഞെടുപ്പ് വീണ്ടും വലിയ പ്രഹരമാണ് ഏൽപ്പിച്ചത്. അൻവർ നേടിയ വോട്ട് ഇരു മുന്നണികളെയും ഞെട്ടിക്കുകയും ചെയ്തു. 2016-ലും 2021-ലും കൈവിട്ട മണ്ഡലം UDF തിരിച്ചുപിടിച്ചു. മതമൗലികവാദ സംഘടനകളെ കൂട്ടുപിടിച്ചതും UDF-ന് തിരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്തു. UDF ഭരിക്കുന്ന പഞ്ചായത്തുകൾക്കു പുറമെ LDF നിയന്ത്രണത്തിലുള്ള പഞ്ചായത്തുകളിലും മുന്നേറ്റം നടത്താൻ ആര്യാടൻ ഷൗക്കത്തിനായി. മുസ്ലിം ഭൂരിപക്ഷമുള്ള മലപ്പുറം ജില്ലയിൽ ന്യൂനപക്ഷ പ്രീണനത്തിൽ ഊന്നിയുള്ള പ്രചാരണവും വിജയത്തിൽ നിർണായകമായി. ഉപതെരഞ്ഞെടുപ്പുകളിൽ വോട്ട് കുറയാറുള്ള NDA-ക്ക് ഇത്തവണ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനായത് ആത്മവിശ്വാസം പകരുന്നു. ഭാരതീയ ജനതാ പാർട്ടി മുന്നേറിയിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വോട്ട് ഞങ്ങൾ കിട്ടിയിരിക്കുന്നു. പക്ഷേ LDF-ഉം UDF-ഉം കഴിഞ്ഞ തവണത്തെ വോട്ടിനേക്കാൾ കുറവിലാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു ജനാധിപത്യത്തിൻ്റെ വിജയമാണ് ഞാൻ കരുതുന്നത്. ഉപതെരഞ്ഞെടുപ്പിൻ്റെ പാറ്റേൺ അറിഞ്ഞാൽ മൂന്ന് നാല് കക്ഷികൾ ഡയറക്റ്റ് ഫൈറ്റ് ചെയ്യുന്ന 3-4 കക്ഷികൾക്ക് വോട്ട് കുറയുന്ന ഒരു പാറ്റേൺ നമ്മൾ കഴിഞ്ഞ കാലങ്ങളൊക്കെ കണ്ടിട്ടുള്ളത്. അതിന് വിഭിന്നമായി ഈ പ്രാവശ്യം വോട്ട് കൂടിയിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി കൂടിയിട്ടുണ്ട്. ഇത് LDF-ഉം UDF-ഉം മതതീവ്രവാദികളുമായി കൂട്ടുപിടിച്ചു. UDF-ന്റെ വിജയം മതതീവ്രവാദികൾ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂട്ടുചേർന്നുള്ള ഒരു വിജയമാണ്. അത് രാജ്യദ്രോഹ ശക്തികളുടെ വിജയമായിട്ട് വേണമെങ്കിൽ പരിഗണിക്കേണ്ടതാണ്. കഴിഞ്ഞ തവണ ലഭിച്ച വോട്ടിനേക്കാൾ കുറവാണ് ഇത്തവണ LDF-നും UDF-നും ലഭിച്ചത്. 2021-ൽ UDF-ന് 78,527 വോട്ട് ലഭിച്ചിരുന്നു. ഇക്കുറി 77,737 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. 790 വോട്ടിന്റെ കുറവുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 81,227 വോട്ട് ലഭിച്ച LDF-ന് ഇത്തവണ ലഭിച്ചത് 66,660 വോട്ടുകൾ മാത്രം. 14,567 വോട്ടിന്റെ കുറവാണ് LDF-നുള്ളത്. ഇടത് വലതു മുന്നണികളിൽ നിന്നും 19,760 വോട്ടുകൾ പിടിച്ച PV അൻവറിന് വോട്ടുകൾ ചോർന്നിട്ടുണ്ട്. ടീം ജനം, നിലമ്പൂർ.